ഹായ് ഫ്രണ്ട്സ്, ഷാജി വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ കരിയാത്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇത് സിറ്റിയിൽ നിന്ന് 46 കിലോമീറ്ററാണ് കരിയാത്തുംപാറയ്ക്ക്. പിന്നെ ഇതിൻ്റെ വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് നിന്ന് നേരെ ബാലുശ്ശേരി, കൂട്ടാലിട, കൂരാച്ചുണ്ട് വഴിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ എത്താനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ തൊട്ടടുത്തുള്ള വീടിന് മുന്നേ കണ്ടതുണ്ട് ഫ്രൂട്ട്സ്. അപ്പോൾ എന്തായാലും നമുക്ക് കയറിയിട്ട് അവിടെ നിന്ന് ചോദിച്ചു നോക്കത് എന്താണെന്ന്. അപ്പോൾ ഇതാണ് മേരി ചേച്ചി. നമുക്ക് ഈ ഫ്രൂട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മേരി ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ഇത് ചേച്ചി പറഞ്ഞത് പ്രമേയ രോഗികൾക്ക് ഈ നാരങ്ങ നാട്ടിൽ സാധാരണ വിളിക്കുന്നത് ഞങ്ങൾ പറയുന്നത് കമ്പിളി നാരങ്ങ എന്നാണ്. ഇതിന് ബമ്പിളി മൂസ എന്നുള്ള പേരും ഉണ്ട്. ഇത് നല്ലൊരു പോഷക ഗുണമുള്ള ഒരു ഫ്രൂട്ട്സ് ആണ്. ഇത് പ്രമേഹ രോഗികൾക്കും മറ്റും തിന്നാനായിട്ട് നല്ലതാണ്. സാധാ തിന്നുന്ന പോലെ തന്നെ തിന്നാൻ നല്ലതാണ്. ഏത് ആൾക്കാർക്ക് ഏത് രോഗമുള്ളവർക്കും. പ്രമേഹ രോഗികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ മധുരമൊക്കെ കുറവാണ്. പക്ഷെ നല്ലൊരു മധുരം നല്ല പറയണം, പുളിയും അല്ല മധുരവും അല്ലാത്ത രീതിയിലുള്ള വരും. നല്ലപോലെ പഴുത്ത് കഴിയുമ്പോൾ ഇതിന് മഞ്ഞ കളറായിരിക്കും. ഇത് ഒരു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൈ കുരുണ്ട് ഇതിൻ്റെ അകത്ത്. ആ കുരു എല്ലാ പഴത്തിലും കുരു കാണിയല്ല, ചില പഴങ്ങളിൽ കുരു കാണും, എല്ലാത്തിലും കാണിയല്ല. ആ കുരു ഇട്ടാൽ ഒരു 4-5 കൊല്ലം കൊണ്ട് 5-6 വർഷം വേണം ഇത് കായ്ക്കണമെങ്കിൽ. ഏകദേശം ഇതൊരു ഞങ്ങൾ ഒരു 10 വർഷത്തോളമായി വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കായ്ക്കാൻ തുടങ്ങിയത്. ഒരു വർഷത്തിൽ എനിക്ക് എങ്ങനെയൊക്കെ കളിച്ചു പിടിച്ചാലും ഒരു 10,000-2,000 രൂപയോളം ഈ നാരകത്തിൽ നിന്ന് കിട്ടും. ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന കാരണം ഇത് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ ചേച്ചീൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും ചേച്ചീൻ്റെ അടുത്ത് ഇത് വാങ്ങിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്നല്ലേ ചേച്ചി പഴുക്കെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ കളറാകും, അന്നേരമാണ് ഇത് പഴുക്കുന്നത്. പക്ഷേ മഞ്ഞ കളറിലേലും മഞ്ഞ കളർ തുടങ്ങുമ്പോൾ തൊട്ടേ പറിച്ച് തിന്നാൻ തുടങ്ങും ആൾക്കാർ. ഇത് പച്ചയും കാണാതെയും കണ്ടും കാണാതെയും പറിച്ചുകൊണ്ട് പോകുന്നു. ഓറഞ്ചിൻ്റെ അല്ലി പോലെ ഒരെണ്ണം പറിച്ച് നമുക്ക് തരാം. ഞാൻ ഒരെണ്ണം പറിച്ച് തരാം, അന്നേരം നമുക്ക് മനസ്സിലാവും. ഈ പ്രാവശ്യം ഇത്രയും ചെറുതായി പോയതും ഒക്കെ എന്നാന്ന് ചോദിച്ചാൽ ഇതിന് മഴയായിരുന്നു. മഴക്കാലം അങ്ങനെ ശരിക്കും നമുക്ക് ഈ പ്രാവശ്യം കിട്ടില്ല, വേനലല്ലായിരുന്നു. മഴയല്ല, മഴയും കാലാവസ്ഥയും നല്ലതായിരിക്കണം. അപ്പോഴാണ് ഇത്. അതെ അതെ, ഓറഞ്ചിന്റെ സ്മെല്ല് തന്നെയാണ്. ഇത് ചിലർക്ക് പൊളിക്കാൻ അറിയത്തില്ല, ഞാൻ പൊളിച്ച് കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെ വരുമ്പോഴേ ഇത് ചിലർക്ക് പൊളിച്ചെടുക്കാൻ അറിയത്തില്ല, വരയിട്ടിട്ടെടുക്കും. ഇത് ഏറ്റവും ചെറിയ സാധനമാണ്, ഇത് ഏറ്റവും ചെറുതാണ്. മുകളിലൊക്കെ കിടക്കുന്ന കണ്ടോ മുഴുത്തത്. 5-6 എണ്ണൊക്കെ മേടിക്കുന്നവർക്ക് ഞാനിത് ഓരോന്നും ചുമ്മാ ഒന്ന് കൊടുക്കും. നമ്മൾ മനുഷ്യരല്ലേ. പിന്നെ ഒത്തിരി പേര് വന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഞാനിത് ഈ നാരങ്ങ വിൽക്കുന്നില്ലായിരുന്നേ. അപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു ഞങ്ങളുടെ പള്ളി പണിക്ക് വേണ്ടിയിട്ട് പൈസ വേണമായിരുന്നു. അപ്പോൾ ആ ആളെന്നോട് പറഞ്ഞു ഇത് കൊടുത്തിട്ട് നിങ്ങളെ ഏതായാലും ചുമ്മാ പറിച്ചു കൊടുക്കല്ലേ, ഓരോരുത്തർക്ക് കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ പൈസ പള്ളി പണിക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം തൊട്ട് കൊടുക്കാൻ അങ്ങനെ വിൽപ്പന തുടങ്ങിയ. മോള് തിന്ന് നോക്കിയത് അടിപൊളി. ഇച്ചിരി പഴുക്കാനുണ്ട്, ഇച്ചിരി പഴുക്കണം. നല്ല മഞ്ഞ കളർ വന്നു കഴിയുമ്പോഴത്തേന് നല്ലതായിരിക്കും. കൊണ്ട് തിന്നു. അപ്പോൾ എനിക്ക് മേരി ചേച്ചി തന്നതാണ്.
അടിപൊളി. ഇടയ്ക്കൊക്കെ വിളിക്കും. ഞങ്ങളുടെ നമ്പറില്ലേ, ഓ ഞാൻ മോടെ നമ്പറിലായിരിക്കും വരുന്നത്. ഞാൻ മോളെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന കട്ടിപ്പാറയാ. ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടെ അടുത്തുള്ള സ്ഥലമാണ് കട്ടിപ്പാറ. നമ്മുടെ ചമ്മലിലൊക്കെ എടുത്ത് താമരശ്ശേരിക്ക് പോകുന്ന വഴിയില്ലേ, അവിടെയാണ് കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. മോളാണ്. എനിക്ക് 3 പെൺപിള്ളേരാണ്. ആ 3 പേരെയും കല്യാണം കഴിച്ചു കിട്ടും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും, പിള്ളേരും ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ ഇതിപ്പോ മോളെ ഭർത്താവാ? മോനാണ്. മോളെ എത്രയാ പഠിക്കുന്നേ? 4ലാ? മോള് വരുന്നോ? ഇതെന്റെ കൊച്ചുമോളാണ്. ചേച്ചീന്റെ കൊച്ചുമോളാണ്. എന്റെ കൂട്ടത്തിൽ ഇന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുക. ഇപ്പം ക്ലാസ് ഇല്ലാത്ത കാരണം അവിടെ വിട്ടു. പിന്നെ എനിക്ക് ഈ ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട്, ഫോണില്ലാത്ത കാരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊക്കെ കൊടുക്കും, എല്ലാം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. കല്ലാനോട് പ്രസംഗത്തിനും പാട്ടിനും ഒക്കെ പ്രൈസ് ഒക്കെ മേടിക്കും. ഒരു പാട്ട് പാടിക്കോ ഇങ്ങനെ. എൻ്റെ പേര് അന്ന എലേന. ഞാൻ പഠിക്കുന്നത് 4ാം ക്ലാസ്സിലാണ്. ഞാൻ കല്ലാനോട് സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ സ്കൂളിൻ്റെ പേര് സെൻറ്റ് മേരീസ് LP സ്കൂൾ കല്ലാനോട്. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു. തിരുവോണ തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. ചിരിക്കുന്നൊരരിപ്പൂക്കളേ, ചൊല്ലൂ താരകൾ നിങ്ങളല്ലേ. ചിലമ്പുന്നൊരരിപ്രാക്കളേ, തിങ്കൾ ചില്ലയിൽ നിങ്ങളല്ലേ. ചില്ല നീലാവും മണിമുല്ലയും എൻ കടക്കണ്ണുമൊന്നല്ലേ. ആ ആ ആ പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പ്രകൃതി മനോഹരി നീ രാവിൽ നിറപ്പാറായൊരുക്കുന്നുവോ. പ്രണവമന്ത്രാക്ഷരത്താൽ നിന്നെ ദിക്കുകൾ വാഴ്ത്തുന്നുവോ. ശ്രാവണവും നിൻ വാസന്തവും എന്നുടെ ചേലുമൊന്നല്ലേ. ആ ആ ആ പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. അപ്പോൾ ഇതാ നമുക്ക് മോൾ അടിപൊളിയായിട്ട് പാട്ട് പാടി തന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഇതാ ഒരു ഹന്നക്കുട്ടി പാടിയില്ല, അതുപോലെ തന്നെ ഇതാ ഇന്ന് മോളും ഞങ്ങളെ പാടി ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഇതാ മേരി ചേച്ചീൻ്റെ മോളെ കുട്ടിയാണ്. അപ്പോൾ മേരി ചേച്ചി പറഞ്ഞപ്പോൾ പാട്ടും പ്രസംഗവും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു പാട്ട് പാടിക്കാൻ വിചാരിച്ചാണ്. മേരി ചേച്ചീൻ്റെ അടുത്തൊന്ന് ഇറങ്ങുകയാണെന്നാൽ ശരി മോളെ പോട്ടെ. ടാറ്റാ.
അപ്പോൾ ഇനി നമ്മൾ ഇവിടെ പുഴേൻ്റെ ഇവിടേക്ക് ഇറങ്ങുക. ഇവിടെയൊക്കെ വലിയ മതിൽ കെട്ടുന്നുണ്ട്. ഇനി ഇതിപ്പോൾ അതിൽ ഓരോരോ വഴി ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇന്നൊരു എൻട്രൻസ് ഒക്കെ വരുന്നുണ്ടാവും. വരുന്ന സഞ്ചാരികൾക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ എഴുതിയ ബോർഡാണ് കാണുന്നത്. ഇത് പ്രതിമ ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. സഞ്ചാരികൾക്ക് കുതിര സവാരി ഉണ്ട്. ചിലപ്പോ ഓടി വിടുട്ടോ. ഇതിനപ്പുറത്ത് കയറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമൊക്കെ കുറച്ച് പേടി ഉണ്ടായിരുന്നു, പിന്നെ അത് മാറി. ആണോ? പിന്നെ അതിനെ വിട്ടപ്പോ എനിക്ക് പിന്നെയും പേടിയായി. മോളെ പേരെന്താ? നജാ ഫാത്തിമ. നജാ ഫാത്തിമ. എവിടെ വീട്? എവിടെയാ? ബാലുശ്ശേരി. ബാലുശ്ശേരിയാ? കഴിഞ്ഞില്ല. ശ്വാസം കിട്ടാതെ എടുത്തതിന് ശേഷം ഇവിടെ കല്ലുകൾക്കൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് വെള്ളമൊക്കെ ഒഴുകി പോയിട്ട് പിന്നെ കല്ലിൻ്റെ മുകളിൽ കൂടെ ഒഴുകി കല്ലൊക്കെ നല്ല ഭംഗിയായിട്ട് കണ്ട കല്ലൊക്കെ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നത്.
പുഴയിലെ കല്ലെന്ന് പറഞ്ഞാൽ വെള്ളം കുറവാണ് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് പുഴയിലേക്ക് ഇറങ്ങുന്നത്. ഈ പിന്നെ പുഴയിലെ കല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വഴുക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ കാല് വെക്കുമ്പോൾ അങ്ങ് വഴുതിപ്പോൾ ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം. മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മൾ ഈ കാണുന്ന ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. ഇവിടെ അടുത്താണ് കക്കയം ഡാം. ഇപ്പോൾ ഡാം തുറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറയെ വെള്ളമായിരിക്കും. അപ്പം വെള്ളം കുറവാണ് വിചാരിച്ചിട്ട് അപകടം പറ്റില്ല എന്നല്ല, നമ്മൾ തെങ്ങി പോയിട്ടുണ്ട് തലയിൽ തെടിച്ച് പോകും. കല്ലിന് മുകളിലുണ്ട് ഇതിൻ്റെ മുകളിൽ ഒക്കെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് നമുക്ക് നിൽക്കുന്ന കാറ് പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പാർക്കിങ്ങോ അല്ലാതെ ഒക്കെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇഷ്ടം പോലെ തന്നെയുണ്ട്. ശരിക്കും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ വെള്ളം കുറവാണ്. അപ്പോൾ ഇവിടെയൊക്കെ കുട്ടികൾക്കൊക്കെ വെള്ളത്തിലിറങ്ങാനും ഇതൊക്കെ പറ്റും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകുന്നൊരു സ്ഥലമായിരിക്കും. അതുകൊണ്ട് ഫാമിലിക്കൊക്കെ ഒരു ദിവസം നമുക്ക് അടിച്ച് പൊളിക്കാൻ സൂപ്പർ സ്ഥലം തന്നെയാണ്. ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇന്നിവിടെ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. പിന്നെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും ഇടരുതെന്ന് അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിറയെ പ്ലാസ്റ്റിക് ബോട്ടിലും പിന്നെ നമ്മളെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ തന്നെ സംരക്ഷിക്കുക. അതൊക്കെ പോവല്ലേ, പണങ്ങി പോവല്ലേ, പണങ്ങി പോ, നമ്മള് ഫോട്ടോ എടുക്കൂല. പൊട്ടി കൊയിനാട് ചാട്. ഞാൻ വരണ്ടേ, നിക്കടാ. പിന്നെ ഈ അമീൻ റെസ്ക്യൂ എന്ന് പറഞ്ഞ ടീമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്.
അപ്പോൾ നമുക്ക് ചേട്ടനോട് ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ടൈം ഫിക്സഡ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഈ 6 മണി ടൈമിന് ഈ കൊറോണ ആയതുകൊണ്ട് അങ്ങനെയും പിന്നെ കഴിഞ്ഞ ദിവസം ഒരു മരണം ഇവിടെ നടന്നു. ഇവിടെ ഇപ്പോൾ 11 ആള് മരിച്ചു ഇത്രയും ഈ ചെറിയൊരു ഏരിയയിൽ. അത് മുങ്ങിപ്പോയതാണ്. നീന്തറിഞ്ഞൂടാത്ത ആൾക്കാരൊക്കെ ഇറങ്ങി ചിലപ്പോൾ പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടി ആഴമുള്ള കുഴി പോലത്തെ സ്ഥലങ്ങളുണ്ട്. ഇറങ്ങി അതിനകത്ത് പെട്ടുപോകുന്നതാണ്, അറിയാതെ പെട്ടുപോകുന്നതാണ്. പിന്നെ ഞങ്ങളിവിടെ നോക്കാനായിട്ട് ഇങ്ങനെ അമീൻ റെസ്ക്യൂവിന്റെ ഒരു റെസ്ക്യൂ ടീമുണ്ട് ഇവിടെ പുരാതന 32 പേരുള്ള. അവരും പോലീസുകാരും കൂടി ചേർന്ന് പറഞ്ഞു ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഒന്നാമത് 6 മണി ആകുമ്പോഴത്തേനും ഇരുട്ടാവും. പിന്നെ ഈ ഫാമിലിക്കൊക്കെ ഇവിടുന്ന് കയറി പോകാനൊക്കെ വലിയ അതുകൊണ്ടൊക്കെയാണ് അപ്പൊ ഒന്ന് തെളിച്ച് കയറ്റി വിടുക എന്നുള്ള. പിന്നെ ഈ കച്ചറൊക്കെ ഇങ്ങനെ നിറയുന്നോണ്ട് ഒന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ അമീൻ റെസ്ക്യൂവിന്റെ ടീം പെറുക്കി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി റെഡിയാക്കിയതാ. ഇന്ന് ഈ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവിടെ പിന്നെയും കച്ചറയായി. വരുന്ന ആൾക്കാരും കൂടെ വരുന്ന ആള് നമ്മള് ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ ഈ കച്ചറയ്ക്ക് ഒരുപാട് പേര് വരുന്നല്ലേ. ഇങ്ങനെ ഉച്ച വരെ ഒരു ടീമും ഉച്ച കഴിഞ്ഞിട്ട് ഒരു ടീമും ഇങ്ങനെയൊക്കെ നോക്കും. പിന്നെ ആർക്കും കറക്റ്റായിട്ട് ഒരു ടൈമൊന്നും വെച്ചിട്ടില്ല. പിന്നെ നമ്മള് അവരോട് പറയുന്നേ ഉള്ളൂ, നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല, കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ കറക്റ്റായിട്ട് പറയുന്നൊന്നുമില്ല. നമ്മള് അവരോട് പറയും കാര്യങ്ങളൊക്കെ. സന്ധ്യ ടൈമും ഇങ്ങനെയുള്ള ഒരു ഏരിയയിലും പിള്ളേരൊക്കെ ഉള്ളതല്ലേ. പിന്നെ 2-3 പിള്ളേരെയും കൊണ്ട് ഒരാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും ഒരേപോലെ നോക്കാൻ കഴിഞ്ഞു വരും. സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പം പുറത്തുനിന്ന് വരുന്നതായിരിക്കും. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന നമുക്ക് ഇവിടുത്തെ പുഴേനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. അപ്പം നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അറിയുന്ന ആളുകളോട് ആദ്യം ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ പുഴയൊന്നും കണ്ടിട്ട് ഒറ്റയടിക്ക് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ആൾ കൂടുതലാണ്. അതായത് വെള്ളം നമുക്ക് കുറവാണെങ്കിലും ഉള്ളിലേക്ക് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് താണുപോകും. ഭയങ്കര ആഴമുള്ള കുഴി പോലത്തെ സ്ഥലങ്ങളുണ്ടെന്നാണ് ഏട്ടൻ പറയുന്നത്. പിന്നെ വെള്ളത്തിലേക്ക് ഒരാൾ തന്നെ 2-3 കുട്ടികളെ ഒന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒറ്റപ്പെട്ട് ഉള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ട് ഇറങ്ങരുത്. കാരണം ഇവിടെ ആളുകൾ കൂടി നിൽക്കുന്ന ഈ കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റിയ തന്നെ സ്ഥലങ്ങളുണ്ട് കുറഞ്ഞ വെള്ളമായിട്ട്. അപ്പോൾ അത്ര സ്ഥലത്തൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ആളുകൾ പറയുന്നത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം ഓരോ യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നല്ല ഓർമ്മകളായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഇത്തരം നിയമങ്ങളൊക്കെ പാലിക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ പുതിയ ആളുകൾ പുതിയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.